ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ. നിങ്ങളുടെ സോൾമേറ്റിനെ എപ്പോഴാണ് മീറ്റ് ചെയ്യുക, ആൻഡ് നിങ്ങളും നിങ്ങളുടെ സോൾമേറ്റും ആയിട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഇതെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി ഇരിക്കുക. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. സ്ലോ ആയിട്ട് 3 ബ്രീത്ത് എടുക്കുക. പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോക്കസ് ഈ ഒരു റീഡിങ്സിലേക്ക് കൊണ്ടുവരിക. എനർജി വൈബ്രേഷൻസ് കൂട്ടുക. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. മൈൻഡിനെ എപ്പോഴും പോസിറ്റീവായി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഹെൽത്ത് ഫിസിക്കൽ പോലെ തന്നെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് വാണ്ട്, 9 ഓഫ് സോർഡ്, Sun card, 7 of sword, 6 of cups, Hierophant and 3 of cups. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 8 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ചേഞ്ച് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റിൻ്റെ എനർജി, സോൾമേറ്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നൊരു പോസിറ്റീവ് ഇതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റ് വരാൻ പോകുന്നു. ഉടനെ തന്നെ നിങ്ങൾക്കൊരു സോൾമേറ്റ് നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ഫേവറിനനുസരിച്ച് നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് ആ ഒരു ഇതിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു സോൾമേറ്റിനെ ഉടനെ തന്നെ സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അയക്കും, നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ്. ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യും എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെക്കൻഡ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ആ ഒരു പേഴ്സൺ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരു ഫ്രഷ് ബിഗിനിങ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ കടക്കും. ആ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് സമീപിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓരോ ഡേയ്സും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാവുന്നതാണ്. ആൻഡ് അറിയാമല്ലോ, പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി ഇരിക്കുമ്പോഴത്തേക്കും നമ്മളിലേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ ആൾക്കാരായാലും ശരി, പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മളിലേക്ക് അട്രാക്റ്റ് ആകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ് എല്ലാം. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് കൂടുതലും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മളുടെ ലൈഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു 3 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ ടഫ് സിറ്റുവേഷൻസ് വന്നാലും ജസ്റ്റ് ഒരു പുഞ്ചിരിയോട് കൂടി ഫേസ് ചെയ്യുക. ആൻഡ് ഈവൻ എന്ത് കാര്യം നടന്നാലും അതിന് 2 വശങ്ങളുണ്ടാകും. അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത്രയും നാൾ നിങ്ങൾ വിഷമിച്ചതിനൊക്കെ ഒരു അവസാനം വരാൻ പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. അത് നിങ്ങളുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരു യെസ് അല്ലെങ്കിൽ നോ പറയണോ എന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മേ ബി പാസ്റ്റിലുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാവും, ഇപ്പോഴും നിങ്ങൾ ഹീലായിട്ടില്ല എന്നൊരു റീസൺ കൊണ്ടിട്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് നിങ്ങൾ ഹീൽ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീൽ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു, കാരണം നമ്മളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും ഇത്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും റെഡി ആയിരിക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ആ ഒരു വ്യക്തിയോട് പറയുക കുറച്ചുകൂടെ ടൈം വേണം ഹീൽ ചെയ്യാൻ വേണ്ടി. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അതിനുള്ള ടൈം തരികയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനും ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷനും പിന്നീട് പോസിബിൾ ആണ് എന്നുള്ളതാണ്.
സോ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരും. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ മുന്നേ റിലേഷൻഷിപ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ മിക്കവാറും നിങ്ങളായിരിക്കും ആ ഒരു എഫേർട്സും എല്ലാം ഇട്ടുകൊണ്ടിരുന്നത്, നിങ്ങളായിരിക്കും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു റീസൺ നിങ്ങൾ മാത്രമായിരിക്കും. സോ അവിടെ നിങ്ങൾ ഒരുപാട് ഡിസ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡൗൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സൺ. പക്ഷേ ഈ ഒരു ഇതിൽ നമുക്ക് ആ ഒരു സോൾമേറ്റ് എനർജിയിൽ കാണാൻ പറ്റുന്നത് ആ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതായത് നിങ്ങൾ ഇടുന്ന അതേ എഫേർട്സ് ആ ഒരു വ്യക്തിയും നിങ്ങൾക്ക് തരും. ആ ഒരു സ്നേഹമായാലും കെയർ ആയാലും എല്ലാം ആ ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു എഫേർട്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മ്യൂച്വലി ഉള്ള അണ്ടർസ്റ്റാൻഡിങ് ആയാലും സപ്പോർട്ടായാലും എല്ലാം ഒരു ഈക്വൽ ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൈനാണ്. സോ നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനായാലും നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ലൈക്ക് നിങ്ങൾ ആ ഒരു മെൻ്റലി ഉള്ളൊരു പീസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഓവർകം ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ അത്ര സിമ്പിളല്ല. സോ അത് നിങ്ങൾ ഓവർകം ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. സോ ആ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഡെയിലി നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ നെഗറ്റീവ് തോട്ട്സോട് കൂടിയാണ് ജീവിച്ചതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഇനി അങ്ങോട്ട് പോസിറ്റീവ് മാത്രം ചിന്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അതിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും എന്നാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും അതെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യും. അതിനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോഴും പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയങ്കര ആങ്ഷ്യസ് ആണ്, നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ല, ഇപ്പോഴും ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഭയമുണ്ട്. ആ ഒരു ഇമോഷണലി ഉള്ള നിങ്ങളെ മുറിവേൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റിൽ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഹീലാകുക എന്നുള്ളതാണ്. സോ അങ്ങനത്തെ ഭയം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യണം. നെഗറ്റീവായ ചിന്തകൾ എന്തായാലും നിങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. നെഗറ്റീവ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് സൺ കാർഡാണ് വന്നിട്ടുള്ളത്. സോ അതെന്ന് പറയുമ്പോൾ ഹീലിങ്ങിൻ്റെയും ക്ലാരിറ്റിയുടെയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. സോ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സോൾമേറ്റ് എനർജി എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ലേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ നിങ്ങൾക്ക് വളരെയധികം ലവ് വരുന്ന കെയറിങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. സോ നിങ്ങളാണ് ആ ഒരു ഡൗൺ എനർജിയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് പാത്തൊക്കെ ക്ലിയർ ആവും. ഒരുപാട് ചാലഞ്ചസൊക്കെ നിറഞ്ഞൊരു വഴിയായിരുന്നു നിങ്ങളുടെ ലൈഫ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആകാൻ പോകുന്നു. അപ്പോൾ നിങ്ങളെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരും. അപ്പോൾ സൺ എനർജി എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെയൊക്കെ ഒരു എനർജിയാണ്. സോ നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് 7 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇനിയൊരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ നിങ്ങളെ ചീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഹോണസ്റ്റായിരിക്കുമോ അതിൻ്റെ ഒക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും നിങ്ങളെ ഹേർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളുടെ ചുറ്റിനും ഉണ്ട്. സോ അത് നിങ്ങൾ ഒരിക്കലും പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യരുതെന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ടൈം കൊടുക്കുക, അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഈ 6 ഓഫ് കപ്സിൽ നിന്നും മനസ്സിലാവുന്നത് മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഒരു ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം എന്നൊരു ഹിൻ്റാണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹെയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആൻഡ് സ്റ്റിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
ആൻഡ് ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റവും വരില്ല. നിങ്ങൾക്ക് മാറാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് കുറച്ച് ടൈം വേണമെന്നുള്ളതാണ്. ഈ ഒരു ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാനും എല്ലാത്തിനും ഒരു കമ്മിറ്റ്മെൻറ്റിനായാലും നിങ്ങൾക്ക് ടൈം വേണം ആ ഒരു പാസ്റ്റിലെ ട്രോമാസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനെയൊക്കെ ഓവർകം ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഒരു ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവും. ഒരുപാട് നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്ന് ഒരുപാട് മുന്നിലോട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഹീലിംഗ് പ്രോസസ്സ് അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം സ്റ്റേബിളായിട്ടുള്ളതും അതുപോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ളൊരു ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സെലിബ്രേഷൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു എൻജോയ്മെൻറ്റിൻ്റെയൊക്കെ ഒരു കാർഡാണ്. അതും ഒരു പോസിറ്റീവ് കാർഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഈ ഒരു പാസ്റ്റിലെ ട്രോമാസൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ അതിൽ നിന്നും ഓവർകം ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു സന്തോഷവും സക്സസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 8 ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതും നിങ്ങളുടെ ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ സ്വയം സെൽഫ് ബ്ലെയിം ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിലിങ്ങനെ തിങ്ങിക്കൂടി അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഓരോ ദിവസവും സമാധാനമില്ലാതെയായിരിക്കും നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറണം. നിങ്ങളിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പവർ നിങ്ങൾ വരുത്തണം. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങളത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണം എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതൊന്നും നിങ്ങളുടെ ഫോൾട്ട് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. സോ അതിൽ നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെസൺസിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ പാസ്റ്റിൽ പഠിച്ച അത് ലെസൺസ് ആയിട്ട് ഇരുന്നോട്ടെ, നിങ്ങൾ പഠിച്ച പാഠങ്ങളായിട്ട് ഇരുന്നോട്ടെ, പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ ഡെയിലി ബേസിസിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. ആൻഡ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വേൾഡ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന റീഡിങ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്തെല്ലാം അഡ്വൈസസ് ആണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ളത് എന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് 10 ഓഫ് വാണ്ട് ആൻഡ് 10 ഓഫ് സോർഡ്സ്. ഓക്കെ, അതായത് 5 ഓഫ് സോർഡ്സ് കാണിക്കുന്നത് നിങ്ങൾ ആ ഒരു പാസ്റ്റിലുണ്ടായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നു. നിങ്ങൾക്ക് ഭയമുണ്ട്, ഇനി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഭയമുണ്ട്, ടോക്സിക് റിലേഷൻഷിപ്സിൽ ഭയമുണ്ട്, അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്ട്സും കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇനി തലയിടാൻ നിങ്ങൾക്ക് വയ്യ. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബെസ്റ്റ് ചോയ്സാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പോലും നിങ്ങൾ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്, ബിക്കോസ് ഓഫ് ദിസ് പാസ്റ്റിലുള്ള ട്രോമാസ് കാരണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും നിങ്ങൾക്ക് ഒരുപാട് ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് തരുന്ന സന്ദേശം അങ്ങനെ ഓവർ ബേർഡൻ നിങ്ങളെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലയിൽ വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ബൗണ്ടറീസ് എല്ലാവർക്കുമായിട്ടൊരു ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ആരെയും ഓവറായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൺട്രോൾ ചെയ്യാനോ റൂൾ ചെയ്യാനോ അനുവദിക്കരുത്. നിങ്ങൾ വേണം നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു മെസ്സേജാണ്. 10 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്, പക്ഷേ അതൊരു എൻഡ് ഓഫ് എ സൈക്കിളാണ്. അതിന് ശേഷം നമ്മൾ നേരത്തെ സൺ കാർഡ് വന്നില്ലേ, സോ അതുപോലെ ഒരു പോസിറ്റീവ് വേൾഡാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അത്രയും ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെയും ഒരുപാട് വിഷമത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ ഒരു അവസാനം പുതിയൊരു തുടക്കത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിലുള്ള പെയിൻഫുൾ മെമ്മറീസിൽ സ്റ്റക്കായിരിക്കുകയാണോ? സോ നിങ്ങൾക്ക് ഇനിയൊരു ട്രസ്റ്റ് കൊടുക്കാനും അതിനൊക്കെ നിങ്ങൾക്ക് ഭയമുണ്ടാകുമായിരിക്കും. സോ നിങ്ങൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ പാസ്റ്റിൽ നടന്ന ലെസൺസ് അത് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ബാക്കി നമ്മൾ ഹേർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഹീലായി നമ്മൾ മൂവ് ഓൺ ചെയ്യുക. സോ ആ നെഗറ്റീവ് എനർജീസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്ത് കളയുക.
അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളൊന്നും തലയിൽ ചുമന്നുകൊണ്ട് നടക്കണ്ട. എന്തായാലും ആ ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന റീഡിങ്സ്. ഓക്കെ, സോ ഇനി ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് എനർജിക്ക്, സോൾമേറ്റ് പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റിൻ്റെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും നിങ്ങളോടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ മൈൻഡ് കൂൾ ആൻഡ് കാമാക്കിയിരിക്കുക. ഞാനിവിടെ 3 കാർഡ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, സെക്കൻഡ് കാർഡ് യു ആൻഡ് ഐ വെർ ടു യങ്. ആൻഡ് തേർഡ് കാർഡ് ഐ ലവ് യു. ഓക്കെ, സോ ഈ 3 കാർഡ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. നിന്നെക്കുറിച്ച് ചിന്തിക്കാണ്ട് ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. സോ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ അതൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങൾക്ക് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആരെങ്കിലും ആയിരിക്കാം ആണ് ചാൻസ് കൂടുതൽ. കാരണം നമുക്കവിടെ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ഒരു പാസ്റ്റ് കണക്ഷൻസ് ആവാൻ ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി കാണുന്നുണ്ട്. സെക്കൻഡ് നമുക്ക് വന്നിരിക്കുന്നത് യു ആൻഡ് ഐ വെർ ടു യങ്. സോ നിങ്ങൾ പാസ്റ്റിൽ ആ ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു കാർഡിൽ നിന്നും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ പാസ്റ്റിൽ എന്തോ എൻഡായി പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്ന ആരോ ഒരു വ്യക്തി, ഏതോ ഒരു വ്യക്തി ആയിരിക്കാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ആരായിരിക്കുമെന്ന്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഐ ലവ് യു കാർഡാണ് വന്നിരിക്കുന്നത്. സോ അതൊരു പവർഫുള്ളായിട്ടുള്ളൊരു കൺഫർമേഷനാണ്. ആ ഒരു വ്യക്തിക്ക് അത്രയും ഇൻഡെപ്ത് ലവ് നിങ്ങളോടുണ്ട്. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സോൾമേറ്റ് ആണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. സോ പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഡ്രെയിനിങ് എനർജിയും അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന എനർജിയും പാസ്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് നിങ്ങൾ മാറാനുണ്ട്, നിങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്, നിങ്ങളുടെ ഗ്രോത്ത് അതാണ് ഇനി വേണ്ടത്. സോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക, പുതിയ ബിഗിനിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ആൻഡ് കണക്ഷൻസൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. നിങ്ങൾക്ക് ലവിങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഹാപ്പി ആൻഡ് ജോയ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടാകട്ടെ. സോ ഇത്രയായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.